തിരുവനന്തപുരം കോർപ്പറേഷൻ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഈ കരികുളം പഞ്ചായത്തിലെ ഷെൽട്ടറിലേക്ക് മാറ്റിയതിന്റെ വിവരങ്ങൾ നമ്മൾ നൽകിയിരുന്നു. അത് അനധികൃതമായിട്ടാണ് മാറ്റിയതെന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെൽട്ടറിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമെന്ന് പഞ്ചായത്ത് പറയുന്നു. 8 വർഷമായി കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുവെന്ന മേയർ വി രാജേഷിന്റെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. ഷെൽട്ടർ പ്രവർത്തിച്ചിരുന്ന സ്ഥലം 2023-ൽ വാഴകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. സ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പിംഗ് ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. അരുൺ സോളമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, അവിടെ 8 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നതാണ് ഈ ഷെൽട്ടർ എന്നും അത് ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ലാത്തത് ഇപ്പോൾ എന്താണ് പ്രശ്നവും എന്നൊക്കെയാണ് മേയർ വി രാജേഷ് ചോദിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പഞ്ചായത്ത് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല സ്റ്റോപ്പ് മെമ്മോയും നൽകാൻ പോവുകയാണ്. വാഴകൃഷി ചെയ്ത ഒരു സ്ഥലമാണ് അദ്ദേഹം ഇതുപോലെ നായ ഷെൽട്ടർ ആയിരുന്നു എന്ന് പറയുന്നത്. വിനീത, വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഈ വാർത്ത റിപ്പോർട്ട് TV പുറത്തുവിട്ടതിന് പിന്നാലെ മേയർ വി രാജേഷിന്റെ പ്രതികരണം വളരെ പുച്ഛത്തോടു കൂടിയുള്ളതായിരുന്നു. കാരണം ആ സ്ഥലം പോയി താൻ സന്ദർശിച്ചതാണെന്നും 8 വർഷമായി അവിടെ നായകളെ പരിപാലിച്ചു വന്നിരുന്ന ഒരു ഷെൽട്ടറാണെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. പക്ഷേ 2023-ൽ ഗൂഗിൾ മാപ്പിംഗിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ അവിടെ വാഴ കൃഷി ചെയ്തിരുന്ന ഒരു പുരയിടമായിരുന്നു എന്നുള്ളതാണ്. ആ ഭാഗത്താണ് നിലവിൽ പുതിയ ഷെൽട്ടറുകൾ അതിവേഗം പണി കഴിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷനുമായിട്ട് ധാരണയിലെത്തി ഈ സ്വകാര്യ വ്യക്തി അവിടെ 50ഓളം നായകളെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 137 നായകളുണ്ട്. അങ്ങനെ ആകെ 187 നായകളെയാണ് വളരെ അശാസ്ത്രീയമായിട്ട് അവിടെ പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ ഗൂഗിൾ മാപ്പിംഗിന്റെ ദൃശ്യങ്ങൾ തന്നെ സമീപത്ത് തൊട്ടടുത്ത് തന്നെ 3 വീടുകളുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വീടുകളുടെ എണ്ണം വീണ്ടും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇത്രയധികം നായകളെ പരിപാലിക്കാൻ ആരാണ് ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളതാണ്. ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയധികം നായകളെ ഒരു സ്വകാര്യ വ്യക്തിക്ക് പരിപാലിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മൃഗസംരക്ഷണ വകുപ്പ് പോലും കണ്ണൂരിൽ 1 കോടി രൂപ മുടക്കിയാണ് അവിടെ ഒരു ഷെൽട്ടർ പണിതത്. അവിടെ ആ 1 കോടി രൂപ മുടക്കിയ ആ ഷെൽട്ടറിൽ ആകെ പരിപാലിക്കാൻ കഴിയുന്ന നായകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 എണ്ണം മാത്രമാണ്. അങ്ങനെ പരിപാലിക്കാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരെ നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയാണ് കോർപ്പറേഷൻ അതിവേഗം വളരെ തിടുക്കത്തോടു കൂടി 50ഓളം വരുന്ന നായ്ക്കളെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിടികൂടി ഇങ്ങനൊരു സ്വകാര്യ വ്യക്തിയുടെ ഷെൽട്ടറിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിധത്തിലുള്ള പരിപാലന ക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 24 മണിക്കൂറും ഒരു രോഗിക്ക് ആശുപത്രിയിൽ എന്ന പോലെ തന്നെയാണ് ഇത്രയധികം നായകളെ പരിപാലിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ സേവനം വേണം. അവർക്കുള്ള മരുന്നുകളും ഭക്ഷണവും എല്ലാം ഉറപ്പാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഉണ്ട്. ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിക്രമങ്ങളിലേക്ക് വളരെ വേഗം കോർപ്പറേഷൻ കടന്നിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും കോർപ്പറേഷന്റെ വാദങ്ങൾ, മേയറുടെ വാദങ്ങൾ പൊളിക്കുന്നത് തന്നെയാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.